പരിപാടി എന്താണ്? ഇന്ന് പിന്നെ 2-3 സൈറ്റില് തേനെടുക്കാനുണ്ട്. അത് 10-15 ദിവസമായിട്ട് അവിടെ ചെന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ സംഭവം എന്താ വെച്ചാല് എനിക്ക് വേറെ ഒരു പരിപാടി ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഉള്ളൊരു പാർട്ട് ടൈം ജോലിയായിട്ടാണ് ഈ തേനീച്ച പരിപാടി. അപ്പം 3 സൈറ്റിൽ എടുക്കാൻ വൈകി നിൽക്കുകയാണ്. ശരിക്കും ഒരു 15 ദിവസം കൊണ്ടൊക്കെ എടുക്കുന്നത് 18-20 ദിവസമായ സൈറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഒന്ന് തുറന്ന് എടുക്കാനുള്ള പരിപാടി. ഞാനേ ഇതിപ്പോ ഒരു 15 ദിവസമായിട്ട് 15 ദിവസം മുന്നേ ഒരു പ്രാവശ്യം കറക്കിയ പെട്ടിയാണിത്. ഇന്ന് എന്താണ് അവസ്ഥ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ചിലപ്പോ ഇത് ഓക്കെ. ഇതിപ്പോ നമ്മളെ എന്താ ചെത്തുന്ന സംഭവം മനസ്സിലായോ? ഇതിവര് തേന് നിറച്ചിട്ട് ഇതിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞാണ്ട് സീൽ ചെയ്ത് വെക്കുകയാണ്. സീൽ ചെയ്ത് വെച്ച തേന്റെ ജലാംശമൊക്കെ ഫുള്ള് നഷ്ടപ്പെട്ടതിന് ശേഷം ഇവരിങ്ങനെ സീൽ ചെയ്യുള്ളൂ. ഈ സീൽ ചെയ്ത ഭാഗം നമ്മൾ കത്തി വെച്ചിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള കത്തി കൊണ്ട് കത്ത് ചെയ്താലേ ഇത് പോരുള്ളൂ. പോരൊന്നല്ല, അത് അട കംപ്ലൈന്റ് ആവും, പെട്ടെന്ന് കേടും. ചെറിയ കേടൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവര് റെഡിയാക്കും. ഒറ്റ ദിവസം കൊണ്ട് ഇത് ഇവര് ഇതേപോലെ റെഡിയാക്കും. നമ്മളെന്ത് കംപ്ലൈന്റ് വെത്തി കൊടുത്താലും അതേപോലെ റെഡിയാക്കാൻ പറ്റും. കട്ട് ചെയ്യാതെ കറക്കിയാലിപ്പോ ഇത് സീൽ ചെയ്ത ഭാഗമൊന്നും അതിന്റെ ഉള്ളിൽ നിന്ന് അട പുറത്തേക്ക് പോരൂല, തേന ഉള്ളിൽ നിന്ന് പോരൂല. ഇതിപ്പോ നമ്മള് മെഷീൻ പെട്ടിന്ന് തേൻ അട എടുത്തിട്ട് ആദ്യം ഫസ്റ്റ് റൗണ്ട് നമ്മളിങ്ങനെ നല്ല കറക്കും, സ്പീഡ് കൂടാതെ. അങ്ങനെ ഒരു ഭാഗത്തെ തേൻ ഏകദേശം പോകുന്നതിന്റെ ശേഷം പിന്നെ ഈ ഭാഗത്തേക്കും കുറേശ്ശെ കറക്കും. ഇത് ഈ മെഷീൻ ഇപ്പൊ നമ്മള് സ്ഥലത്തുനിന്ന് ഇതേപോലെ ഓർഡർ ചെയ്തിട്ട് 8,000 റുപ്യാണ് ഇപ്പൊ മെഷീന്റെ റേറ്റ്. ഇതാവുമ്പോ നമുക്കുള്ള സുഖം എന്താ വെച്ചാല് ഒരു 10-15 ദിവസം കൊണ്ട് അടുത്ത തേനെടുക്കലും അതേപോലെ അടക്ക് ഒന്നും പറ്റണില്ല ഇതിന്റെ. അട നമ്മള് ഇവർക്ക് പിന്നെ അട പണിയേണ്ട ഒരു പണി തേനീച്ചക്കില്ല. നമ്മളിത് എടുത്തിക്കാണ്ട് തേന് കറക്കിയിട്ട് അതേപോലെ മെഷീൻ പെട്ടിക്കാണ് വെച്ചു കൊടുത്താല് അവർക്ക് പിന്നെ തേൻ ഉണ്ടാക്കേണ്ട പണിയുള്ളൂ. പിന്നെ നമ്മളെ കയ്യില് തേന് തട്ടണില്ല. തേന് നമ്മളെ ഇതൊന്നും നമ്മളെ കയ്യില് മേത്തൊന്നും തട്ടാതെ അതേപോലെ കിട്ടുന്നത്. ഇത് കണ്ടത് ഇപ്പൊ നമ്മള് കറക്കിയ അടയാണ്. ഇതിലിപ്പോ ഒരു തുള്ളി തേനില്ല, ഫുള്ള് പോന്നു. ഇതിപ്പോ 2 ഭാഗം സീല് ചെയ്ത അട നമ്മളൊരു കത്തി ഉപയോഗിച്ചാണ്ട് ചെത്തിയിട്ട് ഇതേപോലെ മെഷീനിൽ വെച്ചിട്ട് കറക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താ അടിക്കണതിനുള്ളിൽ എന്താ? ഞാനേ ഇതിന്റെ ഉള്ളില് പിന്നെ ആദ്യം ഒരു ചകിരിയോ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയൊരു തീ ഉണ്ടാക്കും. അതിനുശേഷം നമ്മളെ വാഴ ഉണ്ടല്ലോ, വാഴന്റെ ഉണങ്ങിയ ഇല ഇതിലിട്ടിട്ട് നല്ലോണം ടൈറ്റാക്കി വെച്ച് കൊടുത്താൽ ഇതേപോലെ വെള്ള പുക വരും. ആ പുകക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ചൂട് വളരെ കുറവേക്കാണ്. നല്ല പുക വരും, പക്ഷെ ചൂടുണ്ടാവില്ല. ഉണങ്ങിയ വാഴന്റെ ഇല ഏറ്റവും നല്ലതാണ്. വേറെള്ളൊക്കെ പറ്റും, പക്ഷെ ഈച്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചൂട് വന്നുകൊണ്ട് റാണിയൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഒരട്ടിയും കൂടെ മോൾക്ക് വെച്ചുകൊടുക്കാനായതിന്റെ ലക്ഷണാണിത്. അവർക്ക് അടി ഫുള്ളായിട്ട് മേലെ അടപ്പിലോട്ട് കയറ്റൽ തുടങ്ങി. അപ്പൊ നമ്മളിപ്പോ ഇതേപോലെ ഒരു തട്ടും കൂടി വെച്ചുകൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതേപോലത്തെ ചെറിയൊരു ഫൗണ്ടേഷൻ വെച്ചുകൊടുക്കും. ഒരു ചെറിയ അടന്റെ പീസ് ഒരു റബ്ബർ ബാൻഡ് കെട്ടിട്ട് ഇതേപോലെ നമ്മൾ ഫൗണ്ടേഷൻ വെച്ചുകൊടുക്കും. അപ്പൊ ഇത് പണിയണത് സ്ഥലമില്ലാതെ വരുമ്പോ പിന്നെ അതിലുണ്ടാക്കും. അങ്ങനെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മള് 2 ലെയർ ആക്കിയത്. അടിയിലൊരു ബ്രോഡും 2 സൂപ്പറും. ഇതിപ്പോ 15 ദിവസം കൊണ്ട് നിറഞ്ഞൊരു കൂടാണ്. പുകയിക്കണെന്താ വെച്ചാല് ഈച്ചനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മയക്കിയെടുക്കാൻ. അല്ലാതെ ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഇവിടെ വന്ന് തൊട്ടാല് എന്തായാലും ഇവരെ ആക്രമിക്കും. തേനാണ് ഒലിച്ചു പോണത്. ആ പെട്ടിക്ക് തന്നെ ഒലിച്ചു പോയാലുള്ള സുഖം എന്താ വെച്ചാല് ഇത് അവർക്ക് വീണ്ടും എടുക്കാനും പറ്റും. താഴെ വീണാല് ഉറുമ്പ് വരും. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഈ പെട്ടിക്ക് തന്നെ ആക്കി പിടിക്കുക. ഇതിപ്പോ നമുക്ക് എത്ര പെട്ടി ഉണ്ടാവും മൊത്തം? ഇത് ഞാന് സത്യം പറഞ്ഞാല് ഒരു 2-3 കോളനി വെച്ച് തുടങ്ങിയതാണ്. ഈ 3 കോളനി വെച്ച് തുടങ്ങിയിട്ട് ഇപ്പോ 15, 16, 17 പെട്ടി ഓരോ സൈറ്റിലുണ്ട്. അങ്ങനെ 6 സൈറ്റില് ഉണ്ട് സംഭവം. അതൊക്കെ ഞാൻ ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് റാണിനെ കൃത്രിമമായിട്ട് അതിൽ വെച്ച് കൊടുത്ത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ പെട്ടിയൊക്കെ. തുടങ്ങിയിട്ട് എത്ര കാലായി? ഇത് ചെറുതായി നിന്ന്
3-4 പെട്ടിയൊക്കെ വളർത്തി ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. പക്ഷെ ഇത് ഇത്ര നല്ലൊരു വരുമാനം കൂടി ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കുറെ സമയം എടുത്തു. പണ്ട് തേനീച്ച വളർത്തന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മളന്ന് പോവില്ല, കണ്ടത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ പിടിച്ച് കൂട്ടിലാക്കാൻ. പക്ഷെ അന്ന് ഇതേപോലെ റാണിയെ ചിറകൊക്കെ കട്ട് ചെയ്തിട്ട് പെട്ടിയിലിടും, അത് ഉറുമ്പ് നിന്ന് പോകും. ഇത് ഈ കോളനി ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കലൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചത്. ഇത് പഠിച്ചപ്പം എന്തൊരു താല്പര്യം, എല്ലാവർക്കും ഒരു വീട്ടില് 2-3 പെട്ടി തേനീച്ചന്റെ കുത്തു കൊള്ളാനുള്ള ധൈര്യം കൂടി വേണം. അവർക്ക് നല്ലൊരു വരുമാനം കൂടിയാണിത്. ഒന്നുമില്ലെങ്കിൽ നല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തേന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മള് മെഷീനില് അട വെച്ച് കറക്കിയതിന്റെ ശേഷം ഇതേപോലെ ഇത് വെച്ച് ഇതിലേക്ക് പോരും. എന്നിട്ട് എന്ത് ചെയ്യും, വീട്ടിലെത്തിയിട്ട് ഇത് തിരിച്ച് ഒരു നല്ലൊരു അരിപ്പ വെച്ചിട്ട് ഇത് ഫുള്ള് ഇതേപോലെ അരിച്ചെടുക്കും. വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, ആർക്കെങ്കിലും ശുദ്ധമായ തേന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. കാരണം തേനിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല, എല്ലാവർക്കും അറിയാം തേന്റെ ഗുണം. തേന് 100% അത്രയും മെഡിസിൻ തന്നെയാണ്. നമ്മൾ ഈ മക്കൾക്കൊക്കെ പഞ്ചസാരൊക്കെ ഇട്ടിട്ട് ഫുഡ് പഞ്ചസാര ആഡ് ചെയ്യണതിന് പകരം കുറച്ച് തേൻ ആഡ് ചെയ്താൽ അവർക്ക് അതിനുള്ള മരുന്നിന്റെ ഇതും കിട്ടും, മധുരവും കിട്ടും. ഞാൻ 1 കിലോ തേന് 500 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ടും എത്തിച്ചു കൊടുക്കും.